ഹായ് ഫ്രണ്ട്സ്, ഇനി മുതൽ നിങ്ങൾ അടുത്ത പോർഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ സിലബസിലുള്ളത് കണ്ടിന്യൂ ചെയ്ത് വരുന്നതനുസരിച്ച് വരികയാണെങ്കിൽ നമ്മൾ DRCS അല്ലെങ്കിൽ ഡിസൈൻ ഓഫ് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സിനകത്ത് പഠിക്കേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഡിസൈൻ ഫിലോസഫീസാണ്. ഈ ഡിസൈൻ ഫിലോസഫി എന്താണെന്ന് പറയുന്നതിന് മുന്നായിട്ട് ഫിലോസഫി എന്താണെന്ന് ഞാനൊന്ന് ജസ്റ്റ് പറഞ്ഞു വെക്കാം. A philosophy is always something or a methodology or a methodology built on few fundamental assumptions. എന്ന് വെച്ച് കഴിഞ്ഞാൽ there are a few fundamental assumptions that we make based on which we build a methodology and that methodology will safeguard the philosophy. അതായത് നമ്മളൊരു ഫിലോസഫി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അസംഷൻസ്, അതായത് വി ഡോണ്ട് ഹാവ് ക്ലിയർ കട്ട് ആൻസേഴ്സ് ഫോർ സർട്ടൺ തിങ്സ് ഓർ വി ഡോണ്ട് ഹാവ് ക്ലിയർ കട്ട് വ്യൂസ്. പക്ഷെ അവിടെ നമ്മൾ ചില അസംഷൻസ് എടുക്കുകയാണ്, നമ്മൾ അസ്യൂം ചെയ്യുകയാണ് ചില കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ നമ്മൾ അസ്യൂം ചെയ്ത കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചില അസംഷൻസ് എന്നൊക്കെ പറഞ്ഞാൽ അത് എന്തൊക്കെയാണോ ഓരോ കേസിലും അസംഷൻ എന്തൊക്കെയാണെന്നൊക്കെയുള്ള നമ്മൾ വരുന്നുണ്ട്. ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഈ പല അസംഷൻസും പല മെത്തഡോളജി പല കാര്യങ്ങളും വെച്ച് 3 ഫിലോസഫീസ് ഉണ്ട് മെയിനായിട്ട് ഡിസൈൻ്റെ കേസിൽ. അതായത് കോൺക്രീറ്റ് ഡിസൈൻ ചെയ്യാനായിട്ട് 3 മേജർ ഡിസൈൻ ഫിലോസഫീസ് ഉണ്ട്. അപ്പം നിങ്ങൾ ചോദിക്കും, ഇതിനകത്ത് ഏത് ഡിസൈൻ ഫിലോസഫിയാണ് ഏറ്റവും നല്ലത്, ഏത് ഡിസൈൻ ഫിലോസഫിയാണ് നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും 3-ാമത്തെയാണെന്ന് പറയും. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് ബിൽഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി. അല്ലെങ്കിൽ സിമെൻറ്റ് കണ്ടുപിടിക്കുന്നതിന് മുന്നേ തന്നെ സ്ട്രക്ചേഴ്സ് എന്തായാലും മനുഷ്യർ ബിൽഡ് ചെയ്ത് തുടങ്ങിയിരുന്നു. മനുഷ്യപരിണാമ കാലഘട്ടത്തിൽ സിമൻറ്റ് കണ്ടുപിടിക്കപ്പെട്ടതിന് ശേഷം ഉരുത്തിരിഞ്ഞ പല മെത്തേഡ്സ് ഉണ്ട്. അതെങ്ങനെ, അതായത് നമ്മൾ ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി കഴിയുമ്പോൾ അത് സേഫായിട്ട് നിൽക്കാൻ വേണ്ടി അല്ലെങ്കിൽ മുൻകൂട്ടി നമ്മൾ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കുന്നു, എന്തൊക്കെ മനസ്സിലാക്കി എന്ത് തരം സിമൻറ്റ് അല്ലെങ്കിൽ അതിനകത്ത് എത്രത്തോളം അളവുകൾ ഉപയോഗിക്കണം, അതിൻ്റെ അളവും അതിൻ്റെ റേഷ്യോയും അതിനകത്ത് ഉപയോഗിക്കുന്ന ഇപ്പോൾ RCC ആണെങ്കിൽ അതിനകത്ത് ഉപയോഗിക്കുന്ന സ്റ്റീലിൻ്റെ എമൗണ്ടും അത് എവിടെ വെക്കണം, എങ്ങനെയൊക്കെ എത്രത്തോളം വെക്കണം എന്നൊക്കെയുള്ള ആ ഒരു എന്താ പറയുക മുന്നേ കൂട്ടിയുള്ള നമ്മുടെ ആ ഒരു കാഴ്ചപ്പാടൊക്കെ ഡിഫൈൻ ചെയ്യാനായിട്ട് ആണ് ഇവിടെ ഫിലോസഫി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഡിസൈൻ എന്ന് വെച്ചാൽ എന്താ, സത്യം പറഞ്ഞു ഡിസൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. വാട്ട് യു അണ്ടർസ്റ്റാൻഡ് ബൈ ദ ടേം ഓഫ് ഡിസൈൻ ഓഫ് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ്? വാട്ട് ആർ വി ഡിസൈനിങ്? നമ്മളതിൻ്റെ ബ്യൂട്ടി ഒന്നുമല്ല ഇവിടെ ഡിസൈൻ ചെയ്യുന്നത്. വി ആർ ഡിസൈനിങ് ദ സ്ട്രക്ചറൽ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഏതാ ആ സ്ട്രെങ്ത്തും 3 കാര്യങ്ങൾ പറഞ്ഞല്ലോ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. 3 കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അതായത് സ്ട്രെങ്ത്തും സ്റ്റെബിലിറ്റിയും സർവീസബിലിറ്റിയും കീപ്പപ്പ് ചെയ്യാൻ വേണ്ടി എത്രത്തോളം സ്റ്റീൽ ഉപയോഗിക്കണം, ആ സ്റ്റീലിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എത്ര വേണം, അത് എവിടെ പ്ലേസ് ചെയ്യണം, അപ്പോൾ അതങ്ങനെ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന കോൺക്രീറ്റിൻ്റെ ഗ്രേഡ് എന്തായിരിക്കണം, ആ കോൺക്രീറ്റിൻ്റെ ഗ്രേഡ് കിട്ടാൻ വേണ്ടി ചെയ്തു വച്ചിരിക്കുന്ന കാര്യങ്ങളനുസരിച്ച് അതിൻ്റെ കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത്ത്, അതായത് എത്ര ലോഡ് വരുന്നതനുസരിച്ച് അത് താങ്ങാനുള്ള കംപ്രസീവ് സ്ട്രെങ്ത്ത് ഉണ്ടോ, ലോഡ് വരുന്നതനുസരിച്ച് താങ്ങാനുള്ള ടെൻസൈൽ സ്ട്രെങ്ത്ത് ഉണ്ടോ, അപ്പോൾ അതൊക്കെ ഇരുന്ന് ഡിസൈൻ, അത് മുൻകരുതൽ ആയിട്ട് അല്ലെങ്കിൽ മുന്നേ കൂട്ടി കണ്ടുപിടിച്ച് അത് ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയറാണ് ഇവിടെ ഡിസൈൻ പ്രൊസീജിയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ സ്ട്രക്ചർ ഫെയിൽ ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഇവിടുത്തെ സ്ട്രക്ചർ കോൺക്രീറ്റ് സ്ട്രക്ചറാണ്.
ആ കോൺക്രീറ്റ് സ്ട്രക്ചറൽ എലമെൻ്റ് വരാൻ സാധ്യതയുള്ള ലോഡുകളൊക്കെ വന്ന് കഴിയുമ്പോൾ അതിനെ റെസിസ്റ്റ് ചെയ്ത് ഡ്യൂറബിളായി നിലനിൽക്കണം. അതിനു വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കുന്ന കോൺക്രീറ്റ് ഗ്രേഡിൽ ഏത് സ്റ്റീൽ ഗ്രേഡ് ഉപയോഗിക്കണം, ഏത് ഗ്രേഡിലുള്ള സ്റ്റീൽ ഉപയോഗിക്കണം, ആ ഗ്രേഡിലുള്ള സ്റ്റീൽ ഉപയോഗിക്കുമ്പോൾ അത് എത്ര ക്രോസ് സെക്ഷനിലെ ഏരിയ കവർ ചെയ്യണം, എത്ര നമ്പർ ഓഫ് ബാർസ് ഉപയോഗിച്ച് അത് ചെയ്യണം, അത് എവിടെ പ്ലേസ് ചെയ്യണം, സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻറ്റ്, ഇത്രയും കാര്യങ്ങളാണ് ഡിസൈനിൽ വരുന്നത്. ഇനി നമുക്ക് ഡിസൈൻ ഫിലോസഫിയെക്കുറിച്ച്, മനുഷ്യർ ആദ്യമേ തന്നെ ഈ ഒരു കാര്യം ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ സിമെൻറ്റും കോൺക്രീറ്റിങ്ങും സ്റ്റീൽ ബാർസും ഒക്കെ ഉപയോഗിച്ച് തുടങ്ങിയ കാലഘട്ടത്തിൽ ചിന്തിച്ചു തുടങ്ങി ഇതെങ്ങനെ ഡിസൈൻ ചെയ്തെടുക്കണം, ഇതിനെന്തെങ്കിലുമൊക്കെ ഒരു മാർഗമുണ്ടോ. അങ്ങനെയാണ് ഡിസൈൻ ഫിലോസഫീസ് നിലവിൽ വന്നത്. അപ്പോൾ ഏറ്റവും ആദ്യമേ ഉരുത്തിരിഞ്ഞു വന്ന ഡിസൈൻ ഫിലോസഫിയാണ് WSM എന്ന് പറയുന്ന വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ്. കാലക്രമത്തിൽ WSMൽ നിന്ന് അൾട്ടിമേറ്റ് ലോഡ് മെത്തേഡ് കുറേ കൂടെ ബെറ്റർ ഫിലോസഫി ആയിട്ട് ആൾക്കാർക്ക് തോന്നി. അങ്ങനെ ഒരു ഫിലോസഫി ഉരുത്തിരിഞ്ഞു വന്നു. അതിനുശേഷം കുറേ കൂടെ കാലം മാറിയപ്പോൾ കുറേ കൂടെ ബെറ്റർ ആയിരിക്കുന്ന ഒരു ഫിലോസഫിയാണ് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് എന്ന് പറയുന്ന ഫിലോസഫി എന്ന് പറഞ്ഞ് അതും ഉരുത്തിരിഞ്ഞു വന്നു. ഇപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യുന്നതും ഇപ്പം മോഡേൺ ആയിരിക്കുന്ന കാര്യങ്ങളും കോഡുകളും എല്ലാം സപ്പോർട്ട് ചെയ്ത് ഫോളോ ചെയ്ത് വരുന്ന ഫിലോസഫി എന്ന് പറയുന്നത് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡാണ്. അപ്പോൾ ഈ 3 ഫിലോസഫി ഉണ്ട്. അപ്പോൾ ഈ 3 ഫിലോസഫിയിലും അതെങ്ങനെ ഉരുത്തിരിഞ്ഞു വന്നു, അതിൻ്റെ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ്, അതിനകത്ത് അതിൻ്റെ ഫിലോസഫി ബേസ് ചെയ്തിരിക്കുന്ന തത്വം എന്താണ്, അത് തത്വമാണ് ഫിലോസഫി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കാണാൻ പോകുന്നത്. അപ്പോൾ ഈ ഫിലോസഫി ഓരോന്നും ഉരുത്തിരിഞ്ഞ് വരുന്ന സമയത്ത് ഓരോ ഫിലോസഫി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിന് കുറച്ച് അസംഷൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ബേസിക് ആയിട്ട് അസ്യൂം ചെയ്യാണ് ഇന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോലെ ആണ്. നമുക്ക് അതിൻ്റെ കൃത്യമായ വാല്യൂ കൃത്യമായിരിക്കുന്ന ഒരു ഇതറിയത്തില്ല, അല്ലെങ്കിൽ അറിയത്തില്ലാഞ്ഞിട്ടല്ല, ഒരു വേഗ് ഐഡിയ ഉണ്ട്. പക്ഷേ എക്സാക്റ്റ് ആയിട്ട് എത്രയെന്ന് നമുക്ക് പെട്ടെന്ന് പറയാൻ സാധിക്കാത്ത പല സ്ഥലങ്ങളിലും അത് ഇന്ന റേഞ്ചിലാണ് അല്ലെങ്കിൽ ഇന്ന പോലാണ് എന്ന് ഒരു ബേസിക് ഐഡിയ വെച്ചിട്ട് അങ്ങനെ കുറേ അസംഷൻസ് നമ്മൾ അസ്യൂം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ അസംഷൻസിനെ ബേസ് ചെയ്താണ് നമ്മൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആ ഡിസൈൻ പ്രൊസീജിയർ ഉരുത്തിരിഞ്ഞ് അൺഫോൾഡ് ചെയ്ത് വരുന്നത് ആ ഒരു പർട്ടിക്കുലർ അസംഷനെ ബേസ് ചെയ്താണ്. അപ്പോൾ അങ്ങനെ വരുന്ന 3 ഫിലോസഫി ഉണ്ട്. അതിലാദ്യത്തേത് നമ്മൾ കാണുന്നത് WSM എന്ന് പറയുന്ന ഫിലോസഫിയാണ്. ദാറ്റ് ഈസ് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ്. അപ്പോൾ ആദ്യമേ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അതിനകത്ത് ആ പേരിൽ തന്നെ ഒരു കാര്യമുണ്ട്, വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ്. അപ്പോൾ അവിടെ നമ്മുടെ മേജർ ഫാക്ടറായിട്ട് വന്നിരിക്കുന്നത് തന്നെ സ്ട്രെസ്സാണ്. നമ്മളവിടെ കൺസിഡർ ചെയ്യുന്ന കാര്യം സ്ട്രെസ്സാണ്. സോ സ്ട്രെസ്സിനെ കുറിച്ച് പറയുമ്പോൾ അതിനെക്കുറിച്ച് മൊത്തത്തിൽ ചിന്തിക്കണം. ഫോഴ്സ് പെർ ഏരിയ, ഒരു പർട്ടിക്കുലർ ഏരിയ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ ആണ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. ഒരു കോൺക്രീറ്റ് സ്ട്രക്ചറോ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറൽ എലമെൻറ്റോ ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ വി ആർ ഷുവർ ദാറ്റ് ദർ വിൽ ബി സം കൈൻഡ് ഓഫ് ലോഡിങ്. നൗ ഡ്യൂ ടു ദാറ്റ് ലോഡിങ് ദർ വിൽ ബി സം ഇൻഡ്യൂസ്ഡ് സ്ട്രെസ്സസ് ഓൾസോ. അപ്പോൾ ലോഡ് ആക്ട് ചെയ്യുമ്പോൾ സ്ട്രെസ് ഉണ്ടാവുന്നുണ്ട്.
നമ്മളിവിടെ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ നമ്മൾ അതിൻ്റെ ഫിലോസഫി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ അതിൻ്റെ ആ മെത്തഡോളജി അനുസരിച്ച് നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വി റെസ്ട്രിക്ട് ദ സ്ട്രെസ്സസ് ഇൻഡ്യൂസ്ഡ് ഡ്യൂറിങ് ലോഡിങ് so that the structure or structural material or element behaves in a linear elastic manner. അതായത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ, നമ്മൾ ആ സ്ട്രക്ചറിൽ ലോഡിങ് അല്ലെങ്കിൽ എക്സ്റ്റേണലായിട്ട് ലോഡ് ആക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന സ്ട്രെസ്സസിനെ, ആ സ്ട്രെസ്സസ് ഉണ്ടാവുമ്പോൾ അത് ആ മെറ്റീരിയൽ ഒരു ലീനിയർ ഇലാസ്റ്റിക് മാനറിൽ ആക്ട് ചെയ്യുന്ന തരത്തിൽ ആ സ്ട്രെസ്സസ് വരുന്നതിനെ പരിമിതപ്പെടുത്തുന്ന രീതിയിൽ ഡിസൈൻ ചെയ്ത് വെക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ദ അസംഷൻ ഓർ നമ്മൾ അസ്യൂം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ അവിടെ ചെയ്തു വെക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ ഡിസൈൻ വിൽ ബി സച്ച് ദാറ്റ് ബോത്ത് സ്റ്റീൽ ആൻഡ് കോൺക്രീറ്റ് ആർ ഇലാസ്റ്റിക് ഇൻ നേച്ചർ ആൻഡ് വിൽ ഒബേ ഹുക്സ് ലോ. അപ്പോൾ ഹുക്സ് ലോ എന്താ പറയുന്നത്? ഹുക്സ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ്സ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. നമ്മൾ ഇലാസ്റ്റിക് ലിമിറ്റിനകത്ത് സ്റ്റീലും കോൺക്രീറ്റും ലോഡ് വരുമ്പം ആക്ട് ചെയ്യും എന്ന രീതിയിൽ അതിനെ ഒരുക്കി വെക്കും. അതിന് എത്രത്തോളം സ്റ്റീൽ വേണം, എത്രത്തോളം കോൺക്രീറ്റ് വേണം എന്നുള്ള രീതിയിൽ അത് ഒരുക്കി അതിനകത്ത് പറഞ്ഞ എമൗണ്ടിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കും, ബിൽഡ് ചെയ്ത് വെക്കും. അപ്പോൾ നമ്മൾ ബിൽഡ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് കോൺക്രീറ്റും എമൗണ്ട് ഓഫ് സ്റ്റീലും അനുസരിച്ച് ഇതിനകത്ത് ലോഡ് ആക്ട് ചെയ്യുമ്പോൾ വേരിയേഷൻ ഉണ്ടാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലീനിയർ ഇലാസ്റ്റിക് മാനറിലുള്ള വേരിയേഷനേ ഉണ്ടാവത്തുള്ളൂ. അതായത് അങ്ങനെ ഒരു വേരിയേഷൻ ഉണ്ടാവുമ്പോൾ സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. പിന്നെ മറ്റൊരു കാര്യം പറയാനാണെങ്കിൽ, ദ അലവബിൾ ഓർ ദ പെർമിസിബിൾ സ്ട്രെസ്സസ് ആർ കെപ്റ്റ് well below the material strength. അപ്പം according to the properties of the material will be having certain amount of strength. So here, according to our principles and design methodology, we will be allowing or we will be permitting only stresses that are well below the ultimate or the material strength or the strength of the material. ചോദിക്കും, ഈ സ്ട്രെങ്ത് ഓഫ് ദ മെറ്റീരിയൽ എന്താണ്? അപ്പം ഞാൻ തമാശയ്ക്ക് പറയാം, നിങ്ങൾ സ്ട്രെങ്ത് ഓഫ് ദ മെറ്റീരിയൽ എന്താണെന്ന് നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളത് ഹിസ്റ്ററിയിൽ പഠിച്ചതല്ലേ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ്. ഞാനിപ്പോൾ അത് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയലോട് ഉദ്ദേശിക്കുന്നത് അത് ബ്രേക്ക് ചെയ്ത് പോകുമ്പോൾ, അല്ലെങ്കിൽ അത് ബ്രേക്ക് ചെയ്ത് അത് ഫെയിലായി പോകുന്ന സമയത്ത് അത് എത്രത്തോളം ലോഡ് വരെ എടുത്തു എന്നുള്ളതാണ് അതിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അത് എത്ര ലോഡിലാണ് അത് ബ്രേക്ക് ചെയ്യുന്നത്, അതാണ് അതിൻ്റെ സ്ട്രെങ്ത്. അതായത് ബ്രേക്ക് ചെയ്യുന്ന സമയം വരെ അത് എത്ര ലോഡ് താങ്ങി, അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യുമ്പോൾ അത് എത്ര ലോഡ് എത്തിയപ്പോഴാണ് അത് ബ്രേക്ക് ആയത്, അതാണ് അതിൻ്റെ സ്ട്രെങ്ത്. അതാണ് മെറ്റീരിയൽ സ്ട്രെങ്ത്. അതായത് ബ്രേക്കിംഗ് കണ്ടീഷൻ വരുന്നത് വരെ നമ്മൾ, അല്ലെങ്കിൽ ബ്രേക്കിംഗ് കണ്ടീഷൻ വരുന്ന അത്ര ലോഡ് നമ്മൾ, അല്ലെങ്കിൽ ആ സ്ട്രെസ് നമ്മൾ അവിടെ അലോ ചെയ്യത്തില്ല. അതായത് ബ്രേക്കിംഗ് സ്ട്രെസ് വരെ ആ മെറ്റീരിയൽ ആക്ട് ചെയ്യാൻ നമ്മൾ അനുവദിക്കില്ല. വി വിൽ നോട്ട് ലെറ്റ് ദ സ്ട്രെസ് ടു റീച്ച് ദ ബ്രേക്കിംഗ് സ്ട്രെസ് ഇൻസൈഡ് ദ മെറ്റീരിയൽ. അത് അലോ ചെയ്യാതിരിക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എമൗണ്ട് ഓഫ് കോൺക്രീറ്റും സ്റ്റീലും ഒക്കെ ഒന്ന് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നമ്മളത് അലോ ചെയ്യാത്ത രീതിയിൽ അത് വരും. കാരണം എത്രത്തോളം ലോഡ് ആക്ട് ചെയ്യുന്നുള്ള കാര്യം നമുക്ക് നേരത്തെ കൂട്ടി ഒരു ഐഡിയ വേണം ആ കേസിൽ. അത് വെച്ചിട്ട് അങ്ങനെ ചെയ്തു വെക്കാം. അതാണ് അവിടെ സംഭവിക്കുന്നത്. പിന്നെ അതങ്ങനെ സംഭവിപ്പിക്കാൻ, പുതിയൊരു വാക്കാണ് സംഭവം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടി നമ്മളൊരു പർട്ടിക്കുലർ മെത്തഡോളജി ഇവിടെ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്കറിയാം,
എത്ര ലോഡിൽ അത് ബ്രേക്ക് ചെയ്യും. ദാറ്റ് ഇസ് നോൺ ആസ് സ്ട്രെങ്ത് ഓഫ് ദ മെറ്റീരിയൽ. Now we will be allowing a certain amount of strength, or we will be allowing a certain amount of load to act there. That is known as permissible strength. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ സ്ട്രെങ്ത് ഓഫ് ദ മെറ്റീരിയൽ ഡിവൈഡഡ് ബൈ പെർമിസിബിൾ സ്ട്രെങ്ത് ഇസ് ഈക്വൽ ടു ഫാക്ടർ ഓഫ് സേഫ്റ്റി. അത് നമ്മൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇക്വേഷനാണ്. അപ്പോൾ ചോദിക്കും എന്താണ് ഫാക്ടർ ഓഫ് സേഫ്റ്റി? അപ്പം ഞാൻ പറയും ഇങ്ങനെ ഒരു സേഫ്റ്റി ഉണ്ടല്ലോ, അതായത് ദർ ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദ അൾട്ടിമേറ്റ് ബ്രേക്കിംഗ് കണ്ടീഷൻ, അതായത് സ്ട്രെങ്ത് ഓഫ് ദ മെറ്റീരിയൽ, ആൻഡ് ദ അലൗഡ് സ്ട്രെങ്ത്. നമ്മൾ അലോ ചെയ്യുന്ന സ്ട്രെങ്തുമായിട്ട് ഒരു ഡിഫറൻസ് ഉണ്ട്. നമ്മൾ ഇത്രത്തോളം അലോ ചെയ്യുന്നു, അവിടെ അൾട്ടിമേറ്റ് ആയിട്ട് ഇത്രയും ആക്ട് അത്രയും വരെ അൾട്ടിമേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യുന്ന കണ്ടീഷൻ അല്ലെങ്കിൽ അതിൻ്റെ ടോട്ടൽ സ്ട്രെങ്ത് വരെ എത്തുന്നതിന് മുന്നേ തന്നെ നമ്മളൊരു പർട്ടിക്കുലർ അലോ ചെയ്യുന്ന സ്ട്രെങ്ത് ഉണ്ട്. ഇത്ര വരെ അല്ലെങ്കിൽ ഇത്ര വരെ ലോഡിങ് അല്ലെങ്കിൽ ഇത്ര വരെ സ്ട്രെസ് അതിൽ ആക്ട് ചെയ്തോട്ടെ എന്ന് നമ്മൾ പെർമിറ്റ് ചെയ്യും. അപ്പോൾ ആ പെർമിറ്റ് ചെയ്യുന്ന ഒരു സ്ട്രെങ്ത് ഉണ്ട്, അതാണ് പെർമിസിബിൾ സ്ട്രെങ്ത്. ഇതിൻ്റെ ബ്രേക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മൊത്തം എത്ര അൾട്ടിമേറ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ ഫൈനലായിട്ട് എത്ര സ്ട്രെങ്ത് വരെ വരുമ്പോഴാണ് ഇത് പൊട്ടിപ്പോകുന്നതെന്നൊരു ഇതുണ്ട്. അപ്പോൾ അത് തമ്മിലുള്ള റേഷ്യോ ആണ് ഇവിടെ ഫാക്ടർ ഓഫ് സേഫ്റ്റി ആയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്ട്രെങ്ത്, അപ്പോൾ നമ്മൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി ആണ് പറയുമ്പോൾ വിൽ റൈറ്റ് ഇറ്റ്. നിങ്ങൾ വേണമെങ്കിൽ ഒരു പേപ്പർ എടുത്തൊന്ന് എഴുതി നോക്ക്. സ്ട്രെങ്ത് ഓഫ് ദ മെറ്റീരിയൽ ഡിവൈഡഡ് ബൈ പെർമിസിബിൾ സ്ട്രെങ്ത് ഈസ് ഈക്വൽ ടു ഫാക്ടർ ഓഫ് സേഫ്റ്റി. അപ്പോൾ അങ്ങനെ എഴുതി നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും? സ്ട്രെങ്ത് ഓഫ് ദ മെറ്റീരിയൽ ഈസ് ഈക്വൽ ടു ഫാക്ടർ ഓഫ് സേഫ്റ്റി ഇൻറ്റു പെർമിസിബിൾ സ്ട്രെങ്ത്. ദാറ്റ് ഇസ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വെച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. അപ്പോൾ അത് മനസ്സിലായല്ലോ. ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഇവിടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ടു കീപ് ദ പെർമിസിബിൾ സ്ട്രെങ്ത് വെൽ ബിലോ ദ സ്ട്രെങ്ത് ഓഫ് ദ മെറ്റീരിയൽ. നിങ്ങൾ S3 MT ലാബിൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി ഉപയോഗിച്ച് പഠിക്കുകയും അതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പം ഇത് കോൺക്രീറ്റിലും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ. ഇനി അടുത്തൊരു അസംഷൻ അല്ലെങ്കിൽ എന്താ പറയുക, നമ്മളിവിടെ ഈ ഫിലോസഫി പറയുമ്പം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് ഫോളോസ് സിമ്പിൾ ബെൻഡിങ് തിയറി. ആ സിമ്പിൾ ബെൻഡിങ് തിയറിക്ക് കുറേ അസംഷൻസ് ഒക്കെ ഉണ്ട്. അതൊന്നും ഞാൻ തൽക്കാലം ഇവിടെ പറയാൻ പോകുന്നില്ല. ബിക്കോസ് യു ഹാവ് ലേൺഡ് ഇറ്റ് ഇൻ S3 ഇൻ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ്. ഇനി നിങ്ങൾക്കത് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ യു ജസ്റ്റ് ഗോ ത്രൂ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് ടെക്സ്റ്റ് ബുക്ക് ഓർ നോട്ട് ബുക്ക് ദാറ്റ് യു ഹാവ് ലേൺഡ് ഇൻ S3. ഹാവ് എ ലുക്ക് ആൻഡ് കം ബാക്ക്. ഇനി അടുത്തത് നമ്മളിവിടെ വേറൊരു അസംഷനാണ് ഈ ഫിലോസഫിയിൽ, WSM എന്ന് പറയുന്ന ഫിലോസഫി, ദാറ്റ് ഇസ് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ ഉള്ള അടുത്ത ഫിലോസഫി എന്ന് പറയുന്നത് there is proper strain compatibility is assumed. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഡ്യൂ ടു ബോണ്ടേജ് മൂലം എന്തൊക്കെ തമ്മിലാണ് ഇവിടെ ബോണ്ടിങ് ഉണ്ടാകുന്നത്? അവർ മെയിൻ കൺസിഡറേഷൻ ഈസ് കോൺക്രീറ്റ് ആൻഡ് റീഇൻഫോഴ്സ്മെൻറ്റ്. ഇത് തമ്മിലുള്ള ബോണ്ടിങ് മൂലം വി സേ ദാറ്റ് ദർ ഇസ് സംതിങ് നോൺ ആസ് സ്ട്രെയിൻ കോമ്പാറ്റബിലിറ്റി. അപ്പോൾ ആ ടേമാണ് ഇമ്പോർട്ടൻറ്റ്, സ്ട്രെയിൻ കോമ്പാറ്റബിൾ. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ബോത്ത് വിൽ ഹാവ് എന്താ പറയുക സെയിം എമൗണ്ട് ഓഫ് ഓർ എന്താ പറയുക ഇതിലെ സ്ട്രെയിൻ മാറുന്നതനുസരിച്ച്, അതായത് കോൺക്രീറ്റിൽ സ്ട്രെയിൻ മാറുന്നതനുസരിച്ച് കോമ്പാറ്റബിളായിട്ട് തന്നെയാണ് സ്റ്റീലിലും സ്ട്രെയിൻ വേരിയേഷൻ. അതായത് ചേഞ്ച് ഇൻ ലെങ്ത് സ്റ്റീലിൽ ഉണ്ടാവുന്നത് ഈസ് കോമ്പാറ്റബിൾ ടു ചേഞ്ച് ഇൻ ലെങ്ത് ഇൻ കോൺക്രീറ്റ്. അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം വി ആർ ഫോളോയിങ് ഹുക്സ് ലോ. ഇതിനകത്ത് ഹുക്സ് ലോ ആണ് കൺസിഡർ ചെയ്യുന്നത്. സോ സ്ട്രെസ്സസ് ആൻഡ് സ്ട്രെയിൻ ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആൻഡ് if you take the ratio you will get a constant that is known as elastic constant. So stress in steel is directly proportional to stress in concrete എന്നും ഇവിടെ പറയാം. എന്നുവെച്ചാൽ കാരണം രണ്ടും പ്രൊപ്പോർഷനാണ്.
രണ്ടിലെയും സ്ട്രെസ് ഒരുപോലെ വരത്തില്ല, പക്ഷെ രണ്ടും പ്രൊപ്പോർഷണലാണ്. കാരണം ക്രോസ് സെക്ഷണൽ ഏരിയ മാറുന്നതനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇപ്പോൾ നമ്മൾ സ്റ്റീൽ ഉപയോഗിക്കുന്ന കോൺക്രീറ്റ് അത്രയും സ്റ്റീൽ നമ്മളവിടെ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ സ്ട്രെസ് ഇൻ സ്റ്റീൽ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെസ് ഇൻ കോൺക്രീറ്റ്. അതേപോലെ സ്ട്രെസ് ഇൻ കോൺക്രീറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ഇൻ കോൺക്രീറ്റ്. അതേപോലെ സ്ട്രെസ് ഇൻ സ്റ്റീൽ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ഇൻ സ്റ്റീൽ. എല്ലാം ഹുക്സ് ലോ ഫോളോ ചെയ്യുന്നുണ്ട്. ഈ മൂന്ന് കണ്ടീഷൻസ് അവിടെ സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ട്. ഇതൊക്കെ കൺസിഡർ ചെയ്ത് ആ ഡിസൈൻ ഫിലോസഫിയിൽ. പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം മോഡുലാർ റേഷ്യോ എന്ന് പറയുന്ന ഒരു റേഷ്യോ കൺസിഡർ ചെയ്യുകയാണെന്ന് വെച്ചു. ഫോർ എക്സാമ്പിൾ, മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി ഓഫ് സ്റ്റീൽ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി ഓഫ് കോൺക്രീറ്റ് ഈസ് നോൺ ആസ് മോഡുലാർ റേഷ്യോ. അങ്ങനെ ഒരു ഫാക്ടർ അവിടെ വരുന്നുണ്ട്. സോ അക്കോർഡിംഗ് ടു യുവർ അസംഷൻ, സ്ട്രെസ്സസ് എന്താ പറയുക, അണ്ടർ വർക്കിംഗ് ലോഡ്സ്, അതായത് ലോഡ് ആക്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന സ്ട്രെസ്സസ് ആർ കെപ്റ്റ് അണ്ടർ ലിമിറ്റ്സ്. അപ്പം ഇതാണ് നമ്മുടെ ഇവിടുത്തെ അസ്യൂം ചെയ്ത കണ്ടീഷൻ. അത് കിട്ടാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളൊക്കെ നമ്മൾ നടത്തി. നമ്മൾ എന്താ പറയുക, ഫാക്ടർ ഓഫ് സേഫ്റ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഫാക്ടർ ഓഫ് സേഫ്റ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ആ ഫാക്ടർ ഓഫ് സേഫ്റ്റി ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു വാല്യൂ ഇൻ സ്ട്രെസ് കിട്ടും. അപ്പോൾ ആ സ്ട്രെസ് വരത്തക്ക രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു വെക്കും. അങ്ങനെയുള്ള അതിനനുസരിച്ചുള്ള ഇത്. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ പണ്ട് പല സ്ട്രക്ചേഴ്സ് ഇതനുസരിച്ച് ഡിസൈൻ ചെയ്ത് വെച്ചായിരുന്നു. അതിപ്പോഴും സാറ്റിസ്ഫാക്ടറിലി വർക്കിങ്ങുമാണ്. പിന്നെ ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, ദ അസംഷൻ ദാറ്റ് ഈസ് ദ സ്ട്രെസ്സസ് അണ്ടർ വർക്കിംഗ് ലോഡ്സ് ആർ ടു ബി കെപ്റ്റ് വെൽ അണ്ടർ ലിമിറ്റ്സ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ കംപ്ലീറ്റ് 100% നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഓർ കംപ്ലീറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ഇറ്റ് ഈസ് നോട്ട് എ റിയലിസ്റ്റിക് സിറ്റുവേഷൻ. ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, ദാറ്റ് ദ സ്ട്രെസ്സസ് അണ്ടർ വർക്കിംഗ് ലോഡ്സ് ആർ കെപ്റ്റ് വെൽ അണ്ടർ ദ ലിമിറ്റ്സ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ബിക്കോസ് ഓഫ് ലോങ് ടേം എഫക്ട്സ് ആണ്. ലോങ് ടേം എഫക്റ്റ് എന്ന് പറഞ്ഞാൽ കുറേ കാലത്തെ ആ ഒരു കാലഘട്ടം കഴിയുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദർ വിൽ ബി സം ചേഞ്ചസ് ഇൻ കോൺക്രീറ്റ്. നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന സമയത്ത് കോൺക്രീറ്റിൻ്റെ അലൗബിൾ സ്ട്രെസ്, കോൺക്രീറ്റിൻ്റെ ബ്രേക്കിംഗ് സ്ട്രെസ്സും അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രെങ്ത്തും ബാക്കി കാര്യങ്ങളിലും ഒക്കെ ചെറിയ ചേഞ്ചസ് ഉണ്ടാവുന്നതുകൊണ്ടാണത്. ഇറ്റ് ഈസ് ബിക്കോസ് ദർ ഇസ് ക്രീപ്പ് ആൻഡ് ശ്രിങ്കേജ്. അപ്പോൾ ഇതൊക്കെ ലോങ് ടേം എഫക്ട്സ് ഓഫ് കോൺക്രീറ്റ് ആണ്. അപ്പോൾ നിങ്ങൾ കോൺക്രീറ്റ് ടെക്നോളജി പഠിച്ചിട്ടുണ്ടെങ്കിൽ യു വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദർ ആർ സർട്ടൻ ലോങ് ടേം എഫക്ട്സ്, and due to these long term effects like creep and shrinkage, we have an unrealistic situation with respect to the assumption which was made in WSM, which was stresses under working loads were kept well under limits. എന്നുവെച്ചാൽ മനസ്സിലായല്ലോ, നമ്മളിപ്പം അങ്ങനെ ഒരു അസംഷൻ എടുത്തിരുന്നു, എന്ത് സ്ട്രെസ്സിനെ എല്ലാം നമ്മൾ ലിമിറ്റിന് കീഴെ കീപ്പ് ചെയ്യുന്നുള്ളത്. പക്ഷെ അത് കാലഘട്ടം ഒരുപാട് പുരോഗമിക്കുന്നതനുസരിച്ച് ആ ഒരു അസംഷനിൽ ചെറിയ വേരിയേഷൻ വരും. ചിലപ്പോൾ ലിമിറ്റിനേക്കാളും താഴെ നിൽക്കേണ്ട സാധനം ചിലപ്പോൾ കുറച്ച് മുകളിലേക്ക് കയറി വരും. ബിക്കോസ് ദർ ഇസ് എ ലോസ് ഓഫ് സ്ട്രെങ്ത് ഇൻ കോൺക്രീറ്റ് ഡ്യൂ ടു ലോങ് ടേം എഫക്ട്സ് നോൺ ആസ് ക്രീപ്പ് ആൻഡ് ശ്രിങ്കേജ്. അതായത് കോൺക്രീറ്റ് സ്ട്രെങ്ത് കുറച്ച് കുറയും ക്രീപ്പും ശ്രിങ്കേജും ഒക്കെ മൂലം. അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ ചിലപ്പം ചെറിയ വേരിയേഷൻ. പക്ഷേ ഇന്നും പല സ്ട്രക്ചേഴ്സും അന്ന് WSMൽ ഡിസൈൻ ചെയ്തത് ഇന്നും നിലനിൽക്കുന്നുണ്ട്. അപ്പം ഇതിനകത്ത് വേറെ കാര്യം കമ്പയർ ചെയ്യുമ്പോഴുണ്ടല്ലോ, ഈ നമുക്കറിയാം എന്തുകൊണ്ടാണ് പിന്നെ ഈ WSM മാറി പുതിയ ഫിലോസഫിയൊക്കെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, WSMലുള്ളതൊക്കെ എല്ലാം സാറ്റിസ്ഫൈഡ് ആയിട്ട് വർക്ക് ചെയ്യും, അതിനകത്ത് ഒരു ഇതും പറയുന്നില്ല. പക്ഷെ അത് ഇച്ചിരി അൺഎക്കണോമിക്കലാണ്. അപ്പോൾ അൺഎക്കണോമിക്കൽ എന്ന് പറയുന്നതിനകത്ത് അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇങ്ങനൊരു സാറ്റിസ്ഫാക്ടറി വർക്ക് ചെയ്യുന്ന സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചിലപ്പം ഉപയോഗിക്കുന്ന കോൺക്രീറ്റിൻ്റെ ഗ്രേഡും ഉപയോഗിക്കുന്ന സ്റ്റീലും വേണമെങ്കിൽ കുറച്ചുകൂടെ എക്കണോമിക്കലാക്കിയാലും സ്ട്രക്ചർ നിലനിൽക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. എന്നുവെച്ചാൽ ഈ സ്ട്രക്ചർ ഇത്രയും എമൗണ്ട് ഓഫ് സ്റ്റീൽ ഉപയോഗിച്ചില്ലെങ്കിലും നമുക്ക്
നിലനിർത്തുന്ന രീതിയിൽ ഡിസൈൻ ചെയ്ത് എടുക്കാം എന്ന് പ്രൂവ് ചെയ്ത അല്ലെങ്കിൽ എന്ന് എടുക്കാവുന്ന ഫിലോസഫി പിന്നീട് ഡിറൈവ് ചെയ്തെടുത്തു അല്ല വന്നു. ഇപ്പം ലേറ്റസ്റ്റ് ആയിരിക്കുന്ന ഫിലോസഫിയൊക്കെ അനുസരിച്ച് WSMൽ യൂസ് ചെയ്തിരുന്ന അത്രയും സ്റ്റീൽ ഉപയോഗിക്കാതെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ, അതായത് എന്താ പറയുക, സാറ്റിസ്ഫൈ ചെയ്യത്തക്ക രീതിയിലുള്ള സ്ട്രക്ചേഴ്സ് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. അതായത് ലോഡ് ബെയർ ചെയ്യുന്നതാണല്ലോ നമ്മുടെ ആവശ്യം. അതായത് ലോഡ് ബെയർ ചെയ്ത് ഡ്യൂറബിളായിട്ട് നിൽക്കുക. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയിട്ട് അത്രത്തോളം WSM പറയുന്ന അത്ര എമൗണ്ട് ഓഫ് സ്റ്റീൽ ഉപയോഗിക്കാതെ തന്നെ നമുക്കിപ്പോൾ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ കുറച്ച് സ്റ്റീൽ ഉപയോഗിച്ചാൽ മതി. അങ്ങനെ വരുമ്പോൾ കുറച്ചുകൂടെ എക്കണോമിക്കലായിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാം. കാശ് അത്രയും കുറച്ച് ചിലവാക്കിയാൽ മതി. അപ്പോൾ ആൾക്കാർക്കും അതാ ഇഷ്ടം. ഡ്യൂറബിളുമാണ്, സ്ട്രെങ്തും കീപ്പ് ചെയ്യും, ലോഡ് വരുമ്പോൾ അതുകൊണ്ട്. എന്നാൽ പിന്നെ എന്തിനാ ഈ WSMൻ്റെ പുറകെ പോകുന്ന, അത്രയും നഷ്ടമല്ലേ. അതുകൊണ്ട് ഇപ്പോൾ ആരും അങ്ങനെ WSM ഉപയോഗിക്കുന്നില്ല. WSM എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. സോ in the next video we will be seeing what is the continuation, that is the ultimate load method and the limit state method. Till then, bye, and forget not to like, subscribe, comment and share. Thank you.